വെൽക്കം ബാക്ക് ടു സോഷ്യോ ബാച്ച് നമ്പർ 1. നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്ത ആളുകൾ അതെന്ത് ചെയ്യുക, കണ്ടതിന് ശേഷം അത് മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതിന് റിവിഷൻ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്, അറ്റ്മോസ്ഫിയറിലുള്ള എലമെൻസുകളെ കുറിച്ചാണ്, ഘടകങ്ങളെക്കുറിച്ചാണ്. അറ്റ്മോസ്ഫിയറൽ ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ വിൻഡുണ്ട്, പ്രസിപ്പിറ്റേഷൻ ഉണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, വർഷണമുണ്ട്, ഘനീകരണം സംഭവിക്കുന്നു, ക്ലൗഡ്സ് മേഘങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താണെന്നറിയപ്പെടുന്നത്. അതുപോലെ ഗ്യാസസുകളുണ്ട്, പിന്നെ ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ് അടങ്ങുന്നതാണ്, അതുപോലെ തന്നെ അയഡിൻ അടങ്ങുന്നുണ്ട്, ഒരുപാട് ഗ്യാസുകളുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ സാധാരണയായിട്ട് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞു തന്നെയാണ്. ഇതാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് വെതർ, അല്ലെങ്കിൽ നമ്മുടെ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ചു, വ്യത്യാസം പഠിച്ചു. വെതർ ആൻഡ് ക്ലൈമറ്റിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണെന്ന് പഠിച്ചു. വെതർ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ദിനാന്തരീക്ഷം എന്നറിയപ്പെടുന്ന വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഘടന അല്ലെങ്കിൽ കാലാവസ്ഥ അല്ലെങ്കിൽ ഒരു ദിവസത്തിലുണ്ടാകുന്ന മാറ്റം. ആ മാറ്റത്തിനെയാണ് നമ്മൾ വെതർ എന്ന് പഠിച്ചു, ദിനാന്തരീക്ഷം. എന്നാൽ ക്ലൈമറ്റ് നമ്മൾ പഠിച്ചതോ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, ഒരു പ്രത്യേകപരമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയനിൽ വളരെ വർഷങ്ങൾ, ഒരു 13 അല്ലെങ്കിൽ ഒരു 14 ഇയേഴ്സ് അല്ലേ, അത്രയും വർഷ കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തിൽ കൺസിസ്റ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു കാലാവസ്ഥയെ നമ്മൾ ക്ലൈമറ്റ് എന്നും പഠിച്ചു. അപ്പോൾ നമ്മൾ വെതറും ക്ലൈമറ്റും നന്നായിട്ട് പഠിച്ചു, നന്നായിട്ട് നോക്കുക. പിന്നെ നമ്മൾ പഠിച്ച ടെമ്പറേച്ചർ എന്താണെന്ന് പഠിച്ചു. ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യനിൽ നിന്ന് വരുന്ന താപം. ആ താപം ഉണ്ടാകുന്നത് സൂര്യനിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയും, ആ ന്യൂക്ലിയർ ഫ്യൂഷൻസ് വഴി താപം ഉണ്ടാവുകയും ആ താപം നമ്മുടെ ഭൂമിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുകയും ചെയ്യുന്നു. അതിന് ഇൻസുലേഷൻ പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടാകുമെന്ന് തോന്നുന്നു. ഇൻസുലേഷൻ പ്രോസസ്സ്, ആ ഇൻസുലേഷൻ പ്രോസസ്സിനെ നമ്മൾ ഷോർട്ട് വേർബ്സുകളായിട്ട് പഠിച്ചു. ഹ്രസ്വ തരംഗങ്ങളായിട്ട് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നു. അവ നമ്മുടെ ഭൂമിയിലുള്ള പല ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ വിഘടിച്ച് ഓരോ ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അതിനാണ് ട്രാൻസ്ഫർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ, ടെറസ്ട്രിയൽ റേഡിയേഷൻസ് നമ്മൾ പഠിച്ചു. ഒക്കെയാണല്ലോ. താപചാലനം, സംവഹനം. ഈ സംവഹനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺവെൻഷൻ സാധാരണ നമ്മൾ പ്രസിപ്പിറ്റേഷനും അതുപോലെ കണ്ടൻസേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഘടകമാണ്. അപ്പോൾ സംവഹനം നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കൂ. എല്ലാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷേ ഇത് നമുക്ക് സാധാരണ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആവശ്യമുള്ളതാണ്. അപ്പോൾ താപചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയും അഭിവഹനത്തിലൂടെയും റേഡിയേഷൻസ് എനർജിയിലൂടെയൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്നു, പഠിച്ചിരിക്കുക. ദെൻ അടുത്ത് വരുന്നത് ഹീറ്റ് ബഡ്ജറ്റാണ് അല്ലേ, താപ ബഡ്ജറ്റ് എന്ന് പറയുന്നു. ഇത് നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തുമ്പോൾ അതിലൊരു 31% നമ്മുടെ അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി 40% ഡസ്റ്റ് ആൻഡ് പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങൾ, ക്ലൗഡ്സ്, ഗ്യാസസുകൾ ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നു. ബാക്കി 51 എന്നറിയപ്പെടുന്ന ഒരു പെർസെൻറ്റേജ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുകയും അറ്റ്മോസ്ഫിയറിൽ നിന്ന് എർത്ത് സർഫസിലെത്തുകയും എർത്ത് സർഫസിൽ അത് കണ്ടക്ഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ, റേഡിയേറ്റഡ് വിവരണങ്ങളായിട്ട് പല പ്ലേസുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അടുത്ത നെക്സ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഈ കോൾഡ് റീജിയൻസിലേക്ക് നമ്മുടെ ടെമ്പറേച്ചറിനെ തന്നെ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നതിന് ഒരു ഗ്ലാസ് ടെമ്പിൾ, അതായത് ചെടികളൊക്കെ വളർത്തുന്നതിന് വേണ്ടി, പ്ലാന്റൊക്കെ നന്നായിട്ട് വളർത്തുന്നതിന് വേണ്ടി അവിടെ നമ്മുടെ ഈ ടെമ്പറേച്ചറിനെ തന്നെ തങ്ങി നിർത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന പേരിൽ പഠിച്ചത്. അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കിയത് എന്താണ്, ഒരു ദിവസത്തിൽ കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും എന്നറിയപ്പെടുന്നത് ഏതൊക്കെ സമയങ്ങളിലായിരുന്നു നോക്കി. 2 PM ആൻഡ് ബിഫോർ ദ സൺറൈസ് മിനിമം ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. ഒരു ദിവസത്തെയും കുറഞ്ഞ താപനിലയും കൂടിയ താപനിലയും തമ്മിൽ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയനൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പഠിച്ചു. ദൈനംദിന താപനില കണക്കാക്കുന്നത് മാക്സിമം ടെമ്പറേച്ചർ മൈനസ് മിനിമം ടെമ്പറേച്ചർ. അതുപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് ഒരു ദിവസത്തെ ശരാശരി താപനില നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മൾ പാർട്ട് 1 പറഞ്ഞതാണ്. ശരാശരി മാക്സിമം ടെമ്പറേച്ചർ പ്ലസ് മിനിമം ടെമ്പറേച്ചർ ബൈ 2. ഇതിലൂടെ നമ്മുടെ ഒരു ദിവസത്തെ ശരാശരി താപനില നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ നമ്മൾ ഐസോതേംസ് പഠിച്ചു. ഈക്വൽ ടെമ്പറേച്ചർ ആയിട്ടുള്ള പ്ലേസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈൻസുകളെയാണ് നമ്മൾ ഐസോതേംസുകൾ എന്ന പേരിൽ എന്ത് ചെയ്തത്, പഠിച്ചത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഏതൊക്കെ തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ടെമ്പറേച്ചർ നമ്മുടെ ഈ അന്തരീക്ഷം മുഴുവൻ വ്യാപിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഈ റീജണബിൾ പ്ലേസുകളുള്ളത്. ഓരോ സ്ഥലങ്ങളിലും ടെമ്പറേച്ചർ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ വെതർ കണ്ടീഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്നറിയപ്പെടുന്ന നോർത്തേൺ സദേൺ ഹെമിസ്ഫിയർ അനുസരിച്ച് അല്ലെങ്കിൽ ഉത്തരാർദ്ധ ദക്ഷിണാർദ്ധ ഗോളങ്ങൾ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ടെമ്പറേച്ചറാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്? അതിനെ
ചില പെർട്ടിക്കുലർ റീസൺസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ എന്നറിയപ്പെടുന്നതാണ് ഏതെന്നറിയപ്പെടുന്നത്? യെസ്, ഒന്നാമത്തേതാണ് ലാക്റ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഒന്നാമത്തെ എന്നറിയപ്പെടുന്നതാണ് ലാക്റ്റിറ്റ്യൂഡ്. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നറിയപ്പെടുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേതാണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ലാക്റ്റിറ്റ്യൂഡ് ആൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഉയരം എന്ന് പറയും. ലാക്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അക്ഷാംശ സ്ഥാനം എന്നും, ആൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും. ദെൻ പിന്നെ ഉള്ളതെന്നറിയപ്പെടുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ ലെവൽ, സമുദ്രനിരപ്പിൽ നിന്നുള്ള അകലം, ഡിസ്റ്റൻസ് ഫ്രം ദ സീ. ഈ ഡിസ്റ്റൻസ് ഫ്രം ദ സീ അനുസരിച്ചും ടെമ്പറേച്ചറിന് എന്തുണ്ടാകുന്നു? വേരിയേഷൻ സംഭവിക്കുന്നു. പിന്നെ വരുന്നതെന്നറിയപ്പെടുന്നത് ഓഷ്യാനിക് കറണ്ടുകൾ എന്നറിയപ്പെടുന്നത്, സമുദ്ര ജലപ്രവാഹങ്ങൾ. ഇതും അനുസരിച്ച് നമ്മുടെ അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചറിന് എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ് റിലീഫ് അല്ലെങ്കിൽ ഭൂപ്രകൃതി. വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതികൾ അനുസരിച്ചും നമ്മുടെ ഭൂമിയിൽ എന്തുണ്ടാകുന്നു? പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ എന്നറിയപ്പെടുന്നതാണ് ലാക്റ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഭൂമിയിൽ നമ്മൾ വരയ്ക്കുന്ന, അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയിൽ ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ഭൂമിയിൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസുകളെയാണ് നമ്മൾ ലാക്റ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. നമ്മൾ താഴോട്ട് വരയ്ക്കുന്ന ലൈനുകളെ ലോഞ്ചിറ്റ്യൂഡ്സുകൾ എന്ന് പറയും. ഇപ്പോൾ ഈ ഭൂമിയുടെ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സുകൾ എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻസുകളെ നമ്മൾ ലാക്റ്റിറ്റ്യൂഡ്സ് എന്നും പറയും. അപ്പോൾ അത് വ്യത്യസ്തമായ ഒരു കളറിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലാക്റ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരച്ചിരിക്കുന്നത്. ഈ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്ന റെഡ് കളറാണ് ലോഞ്ചിറ്റ്യൂഡ്സുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കളറുകൾ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ലാക്റ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡ്സും ഒക്കെ നമ്മുടെ ഭൂമിയിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ്സുകൾ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭൂമിയുടെ മധ്യഭാഗത്ത് വരുന്ന, അല്ലെങ്കിൽ ഇക്വേറ്റർ റീജൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി മധ്യരേഖാ പ്രദേശം, അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശം എന്നറിയപ്പെടുന്ന ഇക്വേറ്റർ. നമുക്കറിയാം ഭൂമി എന്നറിയപ്പെടുന്നത് 23.5 ഡിഗ്രി എന്ത് ചെയ്യുന്നു? ഒരു സ്ലാൻഡിങ് പൊസിഷൻസിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 23 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്. 23 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതങ്ങനെ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് തന്നെ, റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സൂര്യൻ്റെ കിരണങ്ങൾ, അല്ലെങ്കിൽ സൺ റൈസസ് ഫോൾ വേർട്ടിക്കലി ഡയറക്റ്റ് ബൈ ദ ഇക്വേറ്റർ റീജിയൻ. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ വന്ന് പതിക്കുന്നത് ഈ പറയുന്ന ഇക്വേറ്റർ റീജിയൻസിലാണ്. എവിടെയാണ് വന്ന് പതിക്കുന്നത്? ഇക്വേറ്റർ. അതായത് ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഏത് പ്രദേശത്താണ്? ഇക്വേറ്റർ. അതാ ഇവിടെ കണ്ടല്ലോ, സൺ റൈസസ് ദ ഫോൾ വേർട്ടിക്കലി ഡയറക്റ്റ് ബൈ ദ ഇക്വേറ്റർ. ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വന്ന് പതിക്കുന്നത് എവിടെയാണ്? 10 ഡിഗ്രി നോർത്തിനും 10 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഇക്വേറ്റർ റീജിയൻസിലാണ്. അപ്പോൾ ഈ ഇക്വേറ്റർ റീജിയൻസിലാണ് താപം വന്ന് പതിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണയായിട്ട് അവിടെ എന്ത് തന്നെയായിരിക്കാം? സൂര്യപ്രകാശം കൂടുതലായിരിക്കാം. സൂര്യപ്രകാശം കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? മർദ്ദത്തിന് കുറവ് സംഭവിക്കുന്നു. മർദ്ദം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റുണ്ടാകുന്നു. കാറ്റ് വരുമ്പോൾ അവിടെ മഴയുണ്ടാകുന്നു. മഴയുണ്ടാകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജിയോഗ്രാഫിക്കൽ, അല്ലെങ്കിൽ പ്രകൃതിപരമായ മാറ്റങ്ങളും അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ മുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഈ ഭാഗത്ത് ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ, വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ മറ്റുള്ള പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഭൂപ്രകൃതിയിൽ എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ വളരെയധികം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെയാണ് സദേൺ ഹെമിസ്ഫിയറിൽ. ഇപ്പോൾ ഈ സെൻട്രൽ പാർട്ടിൽ എന്ത് ചെയ്യുന്നു? ഏറ്റവും കൂടുതൽ നമുക്ക് ടെമ്പറേച്ചർ ലഭിക്കുന്നു. സോ ഈ ടെമ്പറേച്ചർ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വെരി ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് മാറ്റട്ടെ, ഹൈ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് അലോങ് ടു ദ ഇക്വേറ്റർ റീജിയൻ വെയർ ദ ഇൻസൈഡ് ദ സൺ റൈസസ് ഓൾമോസ്റ്റ് വെർട്ടിക്കലി. ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യപ്രകാശം നേരിട്ട് വന്ന് പതിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? ഹൈ ടെമ്പറേച്ചറാണ് ഉണ്ടാകുന്നത്. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഭൂമിക്ക് ഒരു വ്യത്യസ്തമായി ടെമ്പറേച്ചർ റീജിയൻസിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥ, അല്ലെങ്കിൽ വളരെയധികം ടെമ്പറേച്ചർ സോണായിട്ട് എന്ത് ചെയ്യുന്നു? കരുതുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചറിനെ സ്വാധീനിക്കുന്ന ഒരു പ്ലേസാണ് ഏതെന്നറിയപ്പെടുന്നത്? ഇക്വേറ്റർ. ഇനി രണ്ടാമതായിട്ട് പറയുന്ന പ്ലേസാണ് ഈ ടെമ്പറേച്ചറിൻ്റെ സോണുകളെ നമ്മൾ പറയുമ്പോൾ ഇവിടെ ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ ഇക്വേറ്റർ റീജിയൻസിൻ്റെ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഈ പ്ലേസിനെ അറിയപ്പെടുന്ന ടോറിക് സോൺ എന്നാണ്, അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശം എന്നറിയപ്പെടുന്നു. മലയാളം മീഡിയം കൂടെ ശ്രദ്ധിക്കുക. ഉഷ്ണമേഖലാ പ്രദേശം. അപ്പോൾ അതികഠിനമായ ഉഷ്ണമേഖലാ പ്രദേശമുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ടോറിക് സോൺ എന്നറിയപ്പെടുന്നു. അതിൻ്റെ തൊട്ടടുത്ത് ഉയർന്ന ടെമ്പറേച്ചർ കാണില്ല, കാരണം ഇവിടെ നിന്നുള്ള
ടെമ്പറേച്ചർ അതെന്ത് ചെയ്യുന്നു, കൺവെൻഷൻ ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഭ്രമണം ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ റൊട്ടേഷൻ്റെയും കോറിയോലിസ് എഫക്റ്റ്, അതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്നതോറും അവിടെ എന്ത് ചെയ്യുന്നു, കോൾഡ് കൂടുന്നു, അല്ലെങ്കിൽ തണുപ്പുണ്ടാകുന്നു. തണുത്ത റീജിയൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ തണുപ്പുണ്ടാവുകയും ആ റീജിയനെ നമ്മൾ എന്താണ്, ടെമ്പറേച്ചർ സോൺ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്, അല്ലേ? ടെമ്പറേച്ചർ സോൺ, വലിയ ചൂടല്ല, പക്ഷേ ടെമ്പറേച്ചർ ഉണ്ടതാനും. അങ്ങനെ അറിയപ്പെടുന്നതാണ് നോർത്ത് ടെമ്പറേച്ചർ സോൺ, പിന്നെ സൗത്ത് ടെമ്പറേച്ചർ സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് ടെമ്പറേച്ചർ പോകുന്നതോറും തണുക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മുകളിലുള്ള 90 ഡിഗ്രി നോർത്ത് എന്നറിയപ്പെടുന്നതും 90 ഡിഗ്രി സൗത്ത് എന്നറിയപ്പെടുന്നതും പോൾസ് ആണ്, അല്ലെങ്കിൽ ഫ്രിജിഡ് സോണാണ്. വളരെയധികം തണുത്ത പ്രദേശമായതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ എന്താണ്, ഫ്രിജിഡ് സോൺ എന്നും, അതിന് തൊട്ട് താഴെ വരുന്ന പ്രദേശത്തെ ടെമ്പറേച്ചർ സോൺ എന്നും, അതിന് തൊട്ട് ഏറ്റവും സെൻട്രലായിട്ട് വരുന്നതിനെ ഇക്വേറ്റർ ടെമ്പറേച്ചർ സോൺ എന്ന, അല്ലെങ്കിൽ ടോറിഡ് സോൺ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് നോക്കി വയ്ക്കുക. സെൻട്രൽ പ്ലേസ്, ടോറിഡ് സോൺ, അതിന് തൊട്ട് മുകളിൽ 23.5 ഡിഗ്രി നോർത്ത് എന്നറിയപ്പെടുന്നത് നോർത്ത് ടെമ്പറേച്ചർ സോൺ, പിന്നെ എന്താണ്, ഫ്രിജിഡ് സോൺ. പഠിച്ചിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത് എന്നറിയപ്പെടുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്, ഉയരം, അല്ലേ? ഇവിടെ കുറേ ഉയരം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്തുന്നു. സൂര്യപ്രകാശം എത്തി നമ്മുടെ ഭൂമിയുടെ ഉപരിതലം എന്ത് ചെയ്യുന്നു, ചൂട് പിടിപ്പിക്കുന്നു. കണ്ടക്ഷൻ നമ്മൾ പഠിച്ചു, താപചാലനം, താപത്തിൻ്റെ ചലനം. ദെൻ അത് എന്ത് ചെയ്യുന്നു, കൺവേ ചെയ്ത് അത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അത് കൺവെൻഷൻ നമ്മൾ പഠിച്ചു. ഇനി ഉയരങ്ങളിലേക്ക് പോകുന്നതോറും നമ്മൾ ഇന്നലെ ഒരു സംഭവം പഠിച്ചു, അതിൻ്റെ രണ്ടാമത്തെ ലെയറിനെയാണ് നമ്മൾ മിഡിൽ പാർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ലോവർ പാർട്ട്, മിഡിൽ പാർട്ട്, അപ്പർ പാർട്ട്. അപ്പോൾ അതിൽ ലോവർ പാർട്ട് കഴിഞ്ഞ് മിഡിൽ പാർട്ടിലോട്ടൊക്കെ എത്തുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, തണുക്കുന്നു. ഏകദേശം തണുത്ത പ്രദേശം, അല്ലെങ്കിൽ വായു എന്തായി മാറുന്നു, തണുത്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തും കുറയും, ടെമ്പറേച്ചറും കുറയും. അപ്പോൾ ഉയരമുള്ള പ്രദേശങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത റീജിയൻ ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ ഇത് തന്നെയാണ്. മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം കുറയുകയും ടെമ്പറേച്ചർ എന്തായിട്ട് മാറുകയും ചെയ്യുന്നു, അത് തണുക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ദ ഗ്രാജുവലി ഡിക്രീസസ് വിത്ത് ദ ഇൻക്രീസിങ് ദ ആൾട്ടിറ്റ്യൂഡ്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിലെ താപനില എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു, വിത്ത് ദ ഇൻക്രീസിങ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ എന്തുണ്ടാകുന്നു, മാറ്റമുണ്ടാകുന്നു. ദിസ് ഫിനോമിന ഈസ് എ ഗ്രാജുവൽ ഡിക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ദ 6.4 ഡിഗ്രി. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ കിലോമീറ്റർ പോകുന്നതിനനുസരിച്ച്, അല്ലേ, 6.4 ഡിഗ്രി സെൽഷ്യസ്, 6.4 ഡിഗ്രി സെൽഷ്യസ് വെച്ച് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. 6.4 ഡിഗ്രി വെച്ച് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറഞ്ഞ് അവസാനം എന്താണ്, മൈനസിലേക്ക് പോകുന്നു, -0 ഡിഗ്രിയിലോട്ടൊക്കെ ചെന്ന് പോകുന്നു. അതായത് ഭയങ്കര കഠിനമായ തണുപ്പ്. ഇതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ആൾട്ടിറ്റ്യൂഡ്. അപ്പം താഴ്ന്ന ഭാഗത്ത് ടെമ്പറേച്ചർ ഉണ്ട്, മുകളിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു. അതിന് കാരണമെന്ന് അറിയപ്പെടുന്ന മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്നു, കോൾഡ് റീജിയൻ ആകുന്നു. ടെമ്പറേച്ചർ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇക്വേറ്റർ റീജിയൻസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 23.5 ഡിഗ്രി ചരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം കൂടുതലും കിട്ടുന്ന ഈ ഭാഗങ്ങളിലാണ്. ഇവിടെയൊക്കെ കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നുണ്ട്, ബട്ട് കമ്പാരിറ്റീവ്ലി ഇവിടെയാണ്, സെൻട്രലാണ് കൂടുതൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എന്തെന്നറിയപ്പെടുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ. നിങ്ങൾക്ക് ഞാനെന്താ ഈ മാപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടല്ലോ നിങ്ങൾ. ഇതിൽ ഞാൻ നിങ്ങളെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കി കാണാം, ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഡേ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, രാവിലെ ടൈമിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന പ്ലേസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ നിങ്ങൾ എല്ലാം ഒന്ന് പറഞ്ഞ്, എല്ലാവരും ഒന്ന് പറഞ്ഞ് എയിലാണോ ബിയിലാണോ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്നു? ഞാൻ പറയുന്നു ബിയിലാണെന്ന്. കാരണം ലാൻഡ് ഏരിയാസിലാണ് ഡേ ടൈമിൽ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാകുന്നത്, ബിയിലാണ് ഉണ്ടാകുന്നത്. എന്നാൽ എയിൽ ടെമ്പറേച്ചർ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറവായിരിക്കുമെന്നല്ല, മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കാം ഉണ്ടാകുന്നത്. മോഡറേറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ കടലുണ്ട്, ഇവിടെ കരയുണ്ട്. അപ്പോൾ ഈ കടലും കരയും കൂടെ ചേർന്നെടുത്ത് എന്ത് സംഭവിക്കുന്നു, രാവിലെ സമയത്ത് ഡേ ടൈം കര പെട്ടെന്ന് ചൂടാകും. പക്ഷെ കടൽ എന്ത് ചെയ്യുന്നു, വളരെ സാവധാനമേ ചൂടാകുകയുള്ളൂ. കടൽ വളരെ സാവധാനം മാത്രമേ ചൂടാകുകയുള്ളൂ. പക്ഷെ കടൽ എന്ത് ചെയ്യും, രാവിലെ മോർണിംഗ് ടൈം, അല്ലെങ്കിൽ ഡേ എന്ന് പറയാം, മോർണിംഗ് എന്ന് വേണ്ട, ഡേ ടൈം കര പെട്ടെന്ന് ചൂടാകുകയും കടൽ വളരെ പതുക്കെ ചൂടാകുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റുകൾ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും അടിക്കുന്നത്,
ഏറ്റവും കൂടുതൽ ചൂട് കുറവുള്ള സ്ഥലത്ത് നിന്നും ചൂട് കൂടിയ സ്ഥലത്തേക്കായിരിക്കാം കാറ്റ് വീശുന്നത്. ഇത് നമ്മൾ പ്രഷർ എന്ന് പറയും. ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ, അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുമെന്ന് പറയും. അതായത് ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നു അത്രത്തോളം അവിടെ എന്ത് ചെയ്യുന്നു, മർദ്ദം കുറയുന്നു. ഉയരം എത്രത്തോളം കൂടുന്നുമോ അത്രത്തോളം മർദ്ദം എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്ത് മർദ്ദം കുറയുന്നത് കൊണ്ട് തന്നെ കടലിൽ നിന്ന് രാവിലെ സമയത്ത് കരയിലേക്ക് എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നു. തിരിച്ചു ഇതേപോലെ തന്നെയാണ് രാത്രിയാവുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾ കടൽ തീരത്തൊക്കെ രാത്രി പോയി നോക്കി ഒട്ടും താപം കാണില്ല, അവിടെ നല്ല കാറ്റായിരിക്കും. അതെന്തുകൊണ്ടാണ്? കര പെട്ടെന്ന് തണുക്കുകയും രാത്രി സമയത്ത് കര പെട്ടെന്ന് തണുക്കുകയും കടൽ എന്ത് ചെയ്യുന്നു, ചൂടാകുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇത് ഡേ ടൈമാണ്, മോർണിംഗ് ടൈം. ഇതെന്താണ്, രാത്രി. അപ്പോൾ ഈ രാത്രിയും പകലും ഇങ്ങനെ കര പെട്ടെന്ന് ചൂടായി കടലിൽ നിന്ന് കാറ്റ് കരയിലേക്കും രാത്രി കരയിൽ നിന്ന് കടലിലേക്കും കാറ്റിങ്ങനെ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും സ്വാഭാവികപരമായും താപം മോഡറേറ്റ് ആയിരിക്കും, ഒരു തുല്യമായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. എന്നാൽ ലാൻഡ് ഏരിയയിൽ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ലാൻഡ് ഏരിയയിൽ കടൽ ഏറ്റവും കൂടുതൽ ദൂരത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് അവിടെ എന്തായിരിക്കാം, ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കടലുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ താപത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്നറിയപ്പെടുന്നത് വളരെയധികം മോഡറേറ്റ്, കുറവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. വളരെയധികം എന്തായിരിക്കും, മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. അതിന് കാരണമെന്നറിയപ്പെടുന്നത് ഇവിടെ നോക്കി, രാവിലെ സമയത്ത് ഏത് സമയത്താണ്, ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്യാം. ഓക്കെ, സൂം ആവുന്നില്ലേ? ഓക്കെ, രാവിലെ സമയത്ത് സൂം ആവുന്നില്ല കേട്ടോ. മോർണിംഗ് ടൈമിൽ കടലിൻ്റെ അടുത്തുള്ള കരഭാഗം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ചൂടാകുകയും ഇതെന്ത് ചെയ്യുന്നു. അപ്പോൾ ഇത് ഡേ ടൈം എന്ന് ഞാൻ ഇടയാണ്. കര പെട്ടെന്ന് ചൂടാകുകയും, ഞാൻ ഒരു പാർട്ട് 1 ഞാൻ ഒരു എക്സാമ്പിളൊക്കെ പറഞ്ഞു. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചൂടാവുന്നത് പാത്രമാണ്, രണ്ടാമതായിരിക്കും ഏത്, വെള്ളം. അപ്പം ഇതേ കണക്ക് തന്നെയാണ്, കര പെട്ടെന്ന് ചൂടാകുകയും കടൽ എന്ത് ചെയ്യുന്നു, പതുക്കെയും ചൂടാകുകയുള്ളൂ. അപ്പം എപ്പോഴും കടലിൽ നിന്ന് എങ്ങോട്ട് വീശും കാറ്റ്, കരയിലേക്ക്. രാത്രി സമയം തിരിച്ചും സംഭവിക്കും. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്ന ഈ താപത്തിൻ്റെ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, എന്താണ്, ഡിസ്റ്റൻസ് ഫ്രം ദ സീ. കരയിൽ നിന്നും കടലിൽ നിന്നുള്ള കാറ്റുകളും കരയിലുണ്ടാകുന്ന താപവും നമ്മുടെ ടെമ്പറേച്ചറിനെ വ്യത്യാസമുണ്ടാക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചത് ഇവിടെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. The wind blowing from the land to sea vice versa help to moderate temperature experienced along the coast area. കാറ്റുകൾ ലാൻഡിൽ നിന്ന് എവിടേക്ക്, സീയിലോട്ടും, ആൻഡ് വൈസ് വേഴ്സ തിരിച്ച് സീയിൽ നിന്ന് ലാൻഡിലോട്ടും വീശുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ എന്നറിയപ്പെടുന്നത് ഗ്രാജുവലി ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റ്സ് ഗ്രാജുവലി ഇൻക്രീസിങ് ഓഫ് ദ കേസസ് ഓഫ് വെരി ഹൈ ഡേ ടെമ്പറേച്ചർ ആൻഡ് ലോ ഡേ ടെമ്പറേച്ചർ എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയ ടെമ്പറേച്ചറും കുറഞ്ഞ ടെമ്പറേച്ചറും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്നറിയപ്പെടുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ സീ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതെന്നറിയപ്പെടുന്നതാണ് വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് എന്നാണല്ലേ. അടുത്ത പ്രധാനപ്പെട്ടതാണ് ഓഷൻ കറണ്ടുകൾ എന്നറിയപ്പെടുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, ഇത് അറ്റ്ലാന്റിക് സമുദ്രം, ഇത് പസഫിക് സമുദ്രം, ഇത് ഇന്ത്യൻ ഓഷൻ. പൊതുവേ നമ്മളെ ഇന്ത്യൻ ഓഷൻ എന്നറിയപ്പെടുന്നത്, ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ഓഷൻ എന്നിടുകയാണ്, INO എന്നിടുകയാണ്. ഇത് അറ്റ്ലാന്റിക് എന്നിടുകയാണ്, ഇത് പസഫിക് എന്നിടുകയാണ്, PAC. സാധാരണയായിട്ട് ഇന്ത്യൻ ഓഷൻ എന്നറിയപ്പെടുന്നത് പൊതുവേ എന്തായിരിക്കാം, ഒരു ഇക്വേറ്റർ റീജൻസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഒരു റീജൻ കടലായതുകൊണ്ട് തന്നെ, സമുദ്രമായതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ചൂട് കൂടുതലായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ചൂട് കൂടിയ കാറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ തിരമാലകൾ, ഇപ്പോൾ ഓഷൻ കറണ്ടുകൾ എന്നറിയപ്പെടുന്നതിന് തിരമാലകളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, റണ്ണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റണ്ണ് ചെയ്യുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഓഷൻ കറണ്ടുകൾ എന്നറിയപ്പെടുന്നത്. അല്ലാതെ നമ്മൾ ഓഷനിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത്. തിരമാലകളെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളെ സമുദ്രങ്ങളെല്ലാം എന്താണ്, ലോകത്തിൽ കണക്റ്റഡ് ആണ്. അത് പ്രത്യേകിച്ച് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനെന്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതിനൊരു ഡിഫറൻ്റ് ഇല്ല. ശരിയല്ലേ? അപ്പോൾ എല്ലാ ലോകത്തിലെ കടലുകളും കണക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഷനിലെ ആയാലും പസഫിക് ആയാലും അറ്റ്ലാന്റിക് ആയാലും എല്ലാം കണക്റ്റഡ് ഓഷൻസുകളാണ് എല്ലാ തരത്തിൽ.
കാരണം ഇങ്ങനെ ചുറ്റി കിടക്കുകയല്ലേ കടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നുള്ള തിരമാല എവിടേക്ക് പോകുന്നു? അറ്റ്ലാന്റിക്കിലേക്ക് പോകുന്നു. അറ്റ്ലാന്റിക്കിലെ തിരമാലകൾ എന്ത് ചെയ്യുന്നു? പസഫിക്കിലേക്ക് പോകുന്നു. പക്ഷേ ഇതിലെന്ത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം എന്നല്ല പറയുന്നത്, ഒരു പ്രതിഭാസം എന്ന് പറയാം, ഒരു സൈക്ലോണിക് എഫക്റ്റ് എന്ന് പറയാം. ഇവ ഈ ഓഷനിൽ നിന്നുള്ള ഇന്ത്യൻ ഓഷനിലുള്ള കറണ്ട് നേരെ അത് പോകുന്നത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. അറ്റ്ലാന്റിക് ഓഷനിൽ പോകുമ്പോൾ അവിടെ എന്തായിരിക്കും? അത് തണുത്ത കടൽ പ്രദേശമാണ് അല്ലേ? ശരിയല്ലേ? നമ്മുടെ മഞ്ഞുമലകളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ ചൂട് തിരമാലകൾ എങ്ങോട്ട് പോകും? കറണ്ടെന്ന് നമുക്ക് പറയേണ്ട, തിരമാലകൾ എങ്ങോട്ട് പോകുന്നു? അറ്റ്ലാന്റിക്കിലോട്ട് പോകുന്നു. അപ്പോൾ ചൂടും തണുപ്പും കൂടെ ചേർന്ന് അവിടെ വ്യത്യസ്തമായിട്ടുള്ള എന്തുണ്ടാകുന്നു? ഒരു ക്ലൈമറ്റിക് റീജിയൻ ഉണ്ടാകുന്നു അല്ലേ? അത് വാം കറണ്ടുകളെന്ന് പറയും. കാരണം ഇവിടെ നിന്ന് ചൂട് തരംഗങ്ങൾ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ചൂടായിട്ടുള്ള തരംഗങ്ങളല്ലേ എവിടേക്ക് കൊണ്ടുപോയത്? ഈ പറയുന്ന തണുത്ത പ്രദേശത്ത് കൊണ്ടുപോയത്. അതേ കണക്ക് തന്നെ തിരിച്ചു വന്ന് നോക്കി, പസഫിക്കിൽ നിന്നുള്ള ഓഷൻസ് കറണ്ട് അല്ലെങ്കിൽ സമുദ്ര തരംഗങ്ങൾ നേരെ വരുന്നത് എവിടെയായിരിക്കാം? നേരെ ഇന്ത്യൻ ഓഷനിലോട്ട് വരുന്നു. അതിന് ഞാൻ വേറെ കളർ വെച്ച് ഡിനോട്ട് ചെയ്ത് തരാം. ഇവിടെ കണ്ടോ, ഈ കറണ്ടുകൾ എന്ത് ചെയ്യുന്നു? പസഫിക്, PAC എന്ന് എഴുതിയാണ്. പസഫിക്കിലുള്ള കറണ്ടുകൾ എവിടേക്ക് വരുന്നു? നമ്മുടെ താഴോട്ട് പോയി കേട്ടോ. പസഫിക്കിലുള്ള കറണ്ടുകൾ റിലീഫ്. പസഫിക്കിലുള്ള കറണ്ട് എന്ത് ചെയ്യുന്നു? നേരെ ഇന്ത്യൻ ഓഷനിലോട്ട് വരികയാണ്. എവിടേക്ക് വരുന്നു? ഇന്ത്യൻ ഓഷനിലോട്ട്. ഇത് ഇവിടെ വരച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഓഷനിലോട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട്, അതാണ് ഇന്ത്യൻ ഓഷൻ കേട്ടോ, ഇന്ത്യൻ ഓഷനിലോട്ട് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എന്തുണ്ടാകുന്നു? കോൾഡ് ആയിട്ടുള്ള റീജിയനിലുള്ള കറണ്ടുകൾ എവിടേക്ക് എത്തുന്നു? ഇന്ത്യയിലെ വാം കറണ്ടിനടുത്ത് എത്തുന്നു. അപ്പോൾ അതെന്താണത്? ഏത് തരത്തിലുള്ള കറണ്ടായിരിക്കും അത്? അത് കോൾഡ് കറണ്ടുകൾ. അല്ല എങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ഇതാ കണ്ടോ നിങ്ങൾ, ദ ടെമ്പറേച്ചർ along to the coastal region is raised the lower by the warm current and the cold current അല്ലേ? ഒരു സ്ഥലത്ത് നിന്നും, അതായത് തണുത്ത കറണ്ടുകൾ ചൂടായ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നു. അത് വാം കറണ്ടുകളെന്നും, അതുപോലെ തന്നെയാണ് തണുത്തതെന്ന് പറയുമ്പോൾ അതാണ് കോൾഡ് കറണ്ടുകൾ. ചൂടായ സ്ഥലത്ത് നിന്നും അത് തണുത്ത പ്രദേശത്തേക്ക് എത്തുമ്പോൾ അത് എന്തായി മാറുന്നു? വാം കറണ്ടായിട്ടും മാറുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ തിരമാലകളുടെ റണ്ണിങ്ങിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓഷൻ കറണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ടെമ്പറേച്ചറിൽ എന്തുണ്ടാകുന്നു? വേരിയേഷൻസ് ഉണ്ടാകുന്നു. വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ടാകുന്നു? കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓഷൻ കറണ്ട്, വാം കറണ്ട് ആൻഡ് കോൾഡ് കറണ്ട് റെസ്പെക്റ്റീവ്ലി ദ പാസസ് ബൈ റെസ്പെക്റ്റീവ്ലി പാസസ് ബൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, വൺ പ്ലേസ് ടു ദ അനദർ പ്ലേസ് ട്രാവൽ വിത്ത് ദ വാം ആൻഡ് ദ കോൾഡ് കറണ്ട്. വാം കറണ്ടിനെയും കോൾഡ് കറണ്ടിനെയും തമ്മിലുള്ള പാസസിനെയാണ് നമ്മൾ ഓഷൻ കറണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓഷൻ കറണ്ട് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഫ്രം ദ സെവറൽ കോൾഡ് വൺ അതർ ഹാൻഡ് ദ പ്ലേസ് സിറ്റുവേറ്റഡ് അലോങ് ടു ദ നോർത്ത് ആൻഡ് ഈസ്റ്റ് കാനഡ. ഒരു കടലുകൾ എന്നറിയപ്പെടുന്ന നോർത്ത് ആൻഡ് ഈസ്റ്റ് കാനഡ, അവിടെ ഭയങ്കര തണുപ്പാണ്. വിച്ച് ഇസ് ആൾസോ സെയിം ടു ദ ലാറ്റിറ്റ്യൂഡ് ബട്ട് എക്സ്പീരിയൻസ് സെവറൽ കോൾഡ് മന്ത് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓഷൻ കറണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് ഈ പസഫിക്കിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ നിന്നുള്ള കറണ്ടുകൾ നേരെ നമ്മുടെ കാനഡ ഭാഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നു അല്ലേ? അതേപോലെ തന്നെയാണ് കോൾഡ് റീജിയനായിട്ട് മാറുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ആ ഒരു റീജിയനെ നമ്മളൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലാബ്രഡോർ കറണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതറിയില്ല എങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓഷൻ കറണ്ടുകൾ എന്നറിയപ്പെടുന്നത് ട്രാവൽ ടു ദ കോസ്റ്റൽ റീജിയൻസ് എലോങ് വിത്ത് ദ കോസ്റ്റൽ റീജിയൻ. കോൾഡ് റീജിയനിൽ നിന്ന് ടെമ്പറേച്ചർ റീജിയൻസിലോട്ടും ടെമ്പറേച്ചർ റീജിയൻസിൽ നിന്ന് കോൾഡ് റീജിയൻസിലോട്ടുമുള്ള ഗ്രാജുവൽ ആയിട്ടുള്ള റണ്ണിംഗ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓഷൻ കറണ്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ കോൾഡ് കറണ്ടുകളെന്നും വാം കറണ്ടുകൾ എന്ന പേരിലും എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. ഇനി മറ്റൊന്നാണ് റിലീഫ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഭൂപ്രകൃതി എന്നറിയപ്പെടുന്നു. ഇവിടെ എല്ലാവരും നോക്കിയേ, ഇവിടെയാണ് വലിയൊരു മൗണ്ടെയ്ൻസ് ഉണ്ട്. ഈ മൗണ്ടെയ്ൻസിൻ്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സൺറൈസസുകൾ വന്ന് പതിക്കുന്നു, ശരിയല്ലേ? എന്നാൽ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ സ്ഥലങ്ങൾ നോക്കിയാൽ നിങ്ങൾ, ഇവിടേക്ക് സൂര്യപ്രകാശം എന്ത് ചെയ്യുന്നില്ല? കൃത്യമായ രീതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതിപ്പോൾ എന്താണ്? എ എന്ന റീജിയൻ പറയാം. അടുത്തത് എന്താണ്? ബി എന്ന റീജിയൻ പറയാം. ഇവിടെ തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത്, നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ഈ എ എന്ന റീജിയനിലേക്ക് ഏറ്റവും കൂടുതൽ സൺറൈസസ് എത്തുന്നു, ബി എന്ന റീജിയൻസിലേക്ക് എന്ത് ചെയ്യുന്നില്ല? സൺറൈസസ് എത്തുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ പ്രദേശത്തെ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലും ഇവിടെ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നതും കുറവിൻ്റെയും അടിസ്ഥാനത്തിൽ എന്തുണ്ടാകുന്നു? കാലാവസ്ഥയിൽ, അല്ലെങ്കിൽ ആ ഭൂപ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്നു. അതാണ് എന്തെന്നറിയപ്പെടുന്നത്? റിലീഫ്. സോ ഇനി ഇവിടെ നിങ്ങളൊന്ന് നോക്കി, ദ അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് വൺ പ്ലേസ് ടു അനദർ അക്കോർഡിംഗ് വിത്ത് ദ റിലീഫ് അല്ലേ?
ഭൂപ്രകൃതി അനുസരിച്ച് സൂര്യപ്രകാശം എവിടെയാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ കൂടുതൽ കിട്ടുന്നത് അവിടെ എന്തുണ്ടാകുന്നു, ഒരു ഭൂപ്രകൃതിപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നു. അതാണ് ഈ ദ മൗണ്ടൻ സ്ലോപ്പ് ഫേസ് ഇൻ ദ സൺ എക്സ്പീരിയൻസ്. മൗണ്ടൻ്റെതായി ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ കിട്ടുന്നു. എന്നാൽ ഹയർ ടെമ്പറേച്ചർ ഓപ്പോസിറ്റ് സ്ലോപ്സ്, ഇവിടെ നമുക്ക് ഹയർ ടെമ്പറേച്ചർ കാണാൻ പറ്റും. എന്നാൽ ഓപ്പോസിറ്റ് സ്ലോപ്സ് എക്സ്പീരിയൻസ് ദ ലോ ടെമ്പറേച്ചർ. ഓക്കെ. എന്നാൽ ഓപ്പോസിറ്റ് സ്ലോപ്പ് എന്തായിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കാം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭൂമിയിലുള്ള ടെമ്പറേച്ചർ പല സ്ഥലങ്ങളിൽ വേരിയേഷൻ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത് പഠിച്ചതെന്നറിയപ്പെടുന്ന ഏതാണ്, റിലീഫ് പഠിച്ചു. രണ്ടാമത്തെ എന്നറിയപ്പെടുന്നത് ഓഷൻ കറണ്ട്, ട്രാവൽ വിത്ത് ദ വൺ പ്ലേസ് ടു ദ അനദർ ഇൻ ദ കോൾഡ് ആൻഡ് ദ വാം കറണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ ഡിഫറൻസിയേഷൻ ഓഫ് ദ ലാൻഡ് ആൻഡ് സീ. ചില രാവിലെ ടൈമിൽ ലാൻഡ് ഏരിയാസിൽ ചൂട് കൂടും, ടെമ്പറേച്ചർ വിൽ ബി ഹൈ, ബട്ട് ഇൻ ദ ഓഷൻ റീജിയൻസ് ടെമ്പറേച്ചർ വിൽ ബി ലോ. അപ്പോൾ എവിടെ നിന്ന് കാറ്റടിക്കുന്നു, ഓഷനിൽ നിന്ന് ലാൻഡ് ഏരിയാസിലേക്ക് കാറ്റ് പോകുന്നു, അങ്ങനെ അവിടെ മോഡറേറ്റ് ടെമ്പറേച്ചർ ആവുന്നു. നൈറ്റ് ടൈമിൽ ടെമ്പറേച്ചർ ലാൻഡ് ഏരിയാസിൽ തണുക്കുന്നു, പിന്നെ ഏതാണ് ഓഷൻ റീജിയൻസിൽ ടെമ്പറേച്ചർ കൂടുതലാവുന്നു. കാരണം ഈ നമ്മുടെ വെള്ളം വാട്ടർ തിളയ്ക്കുന്നത് വളരെ പതുക്കാണല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെ. അങ്ങനെ നമുക്ക് എന്തുണ്ടാകുന്നു, ടെമ്പറേച്ചർ മോഡറേറ്റ് ആയി മാറുന്നു. പിന്നെ വരുന്നതെന്നറിയപ്പെടുന്ന ആൾട്ടിറ്റ്യൂഡാണ്, ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു അവിടുത്തെ ടെമ്പറേച്ചറിൽ മാറ്റമുണ്ടാകുന്നു. ഇതിനെ നമ്മളൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ, ഞാൻ വിട്ടുപോയതൊന്നുമല്ല. ഇതിനെ നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മുകളിലേക്ക് പോകുന്തോറും അല്ലെങ്കിൽ ഹൈറ്റ്സിലേക്ക് പോകുന്തോറും ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഈ വേരിയേഷൻ അല്ലെങ്കിൽ മാറ്റത്തിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, താപനഷ്ട കണക്ക് നമുക്ക് ഇതിനൊക്കെ പറയാം. നോർമൽ ലാപ്സ് റേറ്റ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, ലാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറഞ്ഞു വരിക, ലാപ്സ് റേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ലാറ്റിറ്റ്യൂഡ്. ടെമ്പറേച്ചർ റീജിയൻസ് ഏറ്റവും സെൻട്രൽ പ്ലേസിൽ വന്ന് പതിക്കുന്നത് കൊണ്ട് തന്നെ ദർ വിൽ ബി ദ ഹൈ ഇൻ ദാറ്റ് ദ പെർട്ടിക്കുലർ റീജിയൻ എന്ത് ടെമ്പറേച്ചർ. എന്നാൽ അതിൻ്റെ മുകളിൽ ലോങ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്തായിരിക്കാം, കുറവായിരിക്കാം. ഇതിപ്പോൾ സൺറൈസസ് ഇതിപ്പോൾ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറുമായിട്ടാണ് കണക്കായിരിക്കുന്നത് കേട്ടോ. 6 മന്ത് എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം ഇവിടേക്ക് വന്ന് പതിക്കുന്നു. 6 മാസം എവിടെ ചെയ്യുന്നു, സൺറൈസസ് വെർട്ടിക്കലി ആയിട്ട് എവിടെ വരുന്നു, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലോട്ടും വീശുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കാം, ഈ സൂര്യൻ എങ്ങനെയാണ് ഈ 6 മാസം ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടൊക്കെ നിൽക്കുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ കേട്ടോ, അതിനൊരു ഇത് വേറെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ സൂര്യനാണെങ്കിൽ ഇതിന് ചുറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഓർബിറ്റ് ഉണ്ട്. ഈ ഓർബിറ്റിൽ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ നോക്കിയാൽ സൂര്യപ്രകാശം ഈ ഭാഗത്തേക്ക് വന്ന് പതിക്കുന്ന സമയത്ത് ഇത് സദേൺ ഹെമിസ്ഫിയർ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ. കണ്ടോ, ഇവിടെ 6 മാസം സദേൺ ഹെമിസ്ഫിയറിൽ വന്ന് പതിക്കുന്നു. ഇതിങ്ങനെ കറങ്ങി ഇതിന് ഇക്നോക്സസ് എന്നാണ്, സമരാത്രങ്ങൾ എന്നറിയപ്പെടുന്നത്. കറങ്ങി അടുത്ത് നേരെ ഇവിടെ വരുമ്പോൾ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്നു. അടുത്തത് ഏതാണ്, സദേൺ ഹെമിസ്ഫിയർ. അപ്പം ഇതിനെയാണ് നമ്മൾ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് സൺ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകും, അപ്പം കാലാവസ്ഥയിലും മാറ്റം ഉണ്ടാകുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, നമ്മുടെ ടെമ്പറേച്ചർ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയപ്പെടുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഇത്. എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് പാർട്ട് 2 പ്രധാനമായിട്ടും 2 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നോക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തതെന്ന് അറിയപ്പെടുന്നതാണ് പ്രഷർ വേരിയേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് പ്രഷർ. എന്താണ് പ്രഷർ എന്നറിയപ്പെടുന്നത്, നമുക്കറിയാം. പ്രഷർ എന്നറിയപ്പെടുന്നത് നമ്മുടെ വായുവിൻ്റെ ഭാരമാണ്, വെയ്റ്റ് ഓഫ് എയർ ആണ്. വായുവിൻ്റെ ഭാരത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പ്രഷർ എന്നറിയപ്പെടുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടുന്ന എന്തുണ്ട്, അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വാട്ടർ മോളിക്യൂൾസുകളുണ്ട്, ഇവയെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസസുകൾ സാധാരണ രീതിയിൽ എന്ത് തന്നെയാണ്, ഒരുപാട് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലും അതുപോലെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിലുമൊക്കെ കാണുന്നു. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഇവിടെ ഒരു മൗണ്ടൻ റീജിയനാണ്, ശരിയല്ലേ പറയുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം നല്ല രീതിയിൽ എന്തുണ്ട്, വായുവുണ്ട്. ഇവിടെയും വായുവുണ്ട്, ശരിയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാം എന്തായിരിക്കാം, വായുവിൻ്റെ ഭാരം വളരെയധികം കുറവായിരിക്കാം. എന്നാൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ നോക്കിയാൽ ഇവിടെ ഉയരം കൂടിയ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, വായു കുറവായിരിക്കും. ഇവിടെയൊക്കെ വായു ഉണ്ട്, ഇവിടെ എന്തില്ല, വായു കുറവായിരിക്കാം.
അതുകൊണ്ട് തന്നെ ഇവിടെ വായു കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതിന് ഭാരവും കൂടുതലായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹൈ പ്രഷർ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹൈ പ്രഷർ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉച്ചമർദ്ദം. എന്നാൽ ഇവിടെ വായുവിൻ്റെ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം. അവിടെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂനമർദ്ദം. അപ്പോൾ ഉച്ചമർദ്ദവും അതേപോലെ തന്നെ എന്താണ്? ന്യൂനമർദ്ദവും. അപ്പോൾ വായുവിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വായുവിൻ്റെ വെയിറ്റിനെയാണ്, അല്ലേ, ദ വെയിറ്റ് ഓഫ് എയർ, അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരിയല്ലേ പറയുന്നത്? ഇപ്പോൾ ഒരു ഗ്ലാസ് ടംബ്ലറാണിത്. ഓക്കെ, ഈ ഗ്ലാസ് ടംബ്ലറിനകത്ത് ഒരുപാട് എന്തുണ്ടാണ്? മോളിക്യൂൾസുകളുണ്ട്, തന്മാത്രകളുണ്ട്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇത് എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം എന്തുണ്ടായിരിക്കാം? വായുവിന് ഭാരവും കൂടുന്നു. എന്നാൽ അടുത്തൊരു ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്തു. ഇതിനകത്ത് എന്തല്ല ഡിസ്റ്റൻസ് ആയിട്ടാണ് ഈ പറയുന്ന മോളിക്യൂൾസുകളുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനേക്കാളും എന്ത് കുറവായിരിക്കും? ഭാരം ഇവിടെ കുറവായിരിക്കും. അപ്പോൾ വായു തന്മാത്രകൾ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം എന്ത് ചെയ്യുന്നു? എയറിൻ്റെ വെയിറ്റ് കൂടുന്നു. ആ വെയിറ്റ് കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈ പ്രഷർ, അല്ലേ? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹൈ പ്രഷർ. എന്നാൽ വെയിറ്റ് കുറവാണെങ്കിലോ അതിനെ അറിയപ്പെടുന്നത് ലോ പ്രഷർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് തെറ്റരുത്. എന്താണ് പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്? പ്രഷർ എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. 2 തരത്തിലാണ് നമുക്ക് പ്രഷർ ഉള്ളത്. ഒന്നാമത്തേതെന്ന് അറിയപ്പെടുന്നത് ഹൈ പ്രഷറും രണ്ടാമത്തേതെന്ന് അറിയപ്പെടുന്നത് ലോ പ്രഷറും. ഇതാ നോക്കിയേ. സോ the weight of exerted atmosphere air over the earth's surface termed as the atmosphere pressure. നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന എയറിൻ്റെ വെയിറ്റിനെയാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന എയറിൻ്റെ വെയിറ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രഷറിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഘടകങ്ങൾ. അപ്പോൾ നമ്മൾ 2 തരത്തിലുള്ള പ്രഷർ ഏതൊക്കെയാണ്? ലോ പ്രഷറും പിന്നെ എന്താണ്? ഹൈ പ്രഷർ. ഈ ലോ പ്രഷർ, ഈ ഘടകങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ പ്രഷറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഈ പ്രഷറിനെ നമ്മൾ അളക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? HPA അല്ലെങ്കിൽ MB എന്ന പേരിൽ അറിയപ്പെടുന്നത്. MB എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലി ബാർ എന്നാണ്. HPA എന്ന് പറഞ്ഞത് ഹെക്ടോ പാസ്കൽ. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ MB എന്നും HPA എന്നുമാണ് ഇതിൻ്റെ യൂണിറ്റായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കിലോഗ്രാം, ലിറ്റർ എന്നൊക്കെ പറയില്ലേ? 1 ലിറ്റർ പാല്, 1 കിലോ അരി എന്ന് പറയുന്നത് പോലെ പ്രഷറിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നതാണ് HPAയും പിന്നെ എന്താണ്? MB, മില്ലി ബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 2 തരത്തിലുള്ള പ്രഷറുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഹൈ പ്രഷറും രണ്ടാമത്തേന്ന് അറിയപ്പെടുന്ന ഏതാണ്? ലോ പ്രഷറും. ഹൈ പ്രഷറും പിന്നെ ഏതാണ്? ലോ പ്രഷറും. അതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഉണ്ടാവരുത്. ഇനി ഒരു സർഫസിൽ തന്നെ, ഒരു ചതുരശ്ര മീറ്ററിൽ തന്നെ ഏകദേശം എത്രയുണ്ടാവും? ഒരു 10-13.2 MB 10-13.2 MB പ്രഷർ ഉണ്ടാകുമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അറ്റ്മോസ്ഫിയറിൽ 10-13.2 MB പ്രഷർ ഉണ്ടാകുമെന്നാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ പ്രഷർ അളക്കുന്ന ഒരു ഉപകരണം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് മെർക്കുറി ബാരോമീറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രഷർ അളക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നറിയപ്പെടുന്നത്? വെയിറ്റ് ഓഫ് എയർ, വായുവിൻ്റെ ഭാരത്തിനെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നറിയപ്പെടുന്നത്. ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്രധാനമായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അഫക്റ്റ് ചെയ്യുന്നത് 3 തരത്തിലാണ്. അത് നമ്മൾ ഇതുവരെ നോക്കിയില്ല. ഒന്നാമത്തെ തരം എന്നറിയപ്പെടുന്നത്, അത് മുകളിലോട്ടായിക്കോട്ടെ. ഒന്നാമത്തെ തരം എന്നറിയപ്പെടുന്നതാണ് ഇറ്റ്സ് ടെമ്പറേച്ചർ, താപം. താപം എത്രത്തോളം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, താപം എത്രത്തോളം കൂടുന്നുവോ അതിനനുസരിച്ച് മർദ്ദം കുറയുന്നു. താപം വിൽ ബി ഇൻക്രീസസ്, അവിടെ എന്തുണ്ടാകുന്നു? പ്രഷർ വിൽ ബി ഡിക്രീസസ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നുവോ മർദ്ദം അത്രത്തോളം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓൾട്ടിറ്റ്യൂഡ് ഒരു പ്രദേശത്തിൻ്റെ അടുത്തതാണ്. ഓൾട്ടിറ്റ്യൂഡ് എത്രത്തോളം കൂടുന്നുവോ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ ആണല്ലോ? അടുത്ത ഹ്യൂമിഡിറ്റി, അതായത് ആർദ്രത എന്ന് പറയും. വാട്ടർ കണ്ടെയ്ൻ ഇൻ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലകണികകളെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹ്യൂമിഡിറ്റി എന്നറിയപ്പെടുന്നത്. ഒന്നുമില്ല,
ഹ്യൂമിഡിറ്റിൻ്റെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, രണ്ടായിട്ട് അബ്സല്യൂട്ട് എന്നും റിലേറ്റീവ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കും കേട്ടോ. ഹ്യൂമിഡിറ്റി എത്രത്തോളം കൂടുന്നു, അതായത് വാട്ടർ വേപ്പേഴ്സുകൾ എത്രത്തോളം കൂടുന്നുവോ അവിടെ എന്ത് കുറയുന്നു, നമ്മളെ പ്രഷറും കുറയുന്നു. അപ്പോൾ 3 കാര്യം നമ്മൾ പഠിച്ചു. ഞാൻ ഒന്നുകൂടെ മാച്ച് പറഞ്ഞുതരാം. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രഷർ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്തൊക്കെയാണ്? 1, ടെമ്പറേച്ചർ എത്രത്തോളം കൂടുന്നു, ഞാനിവിടെ ടി എന്നിട്ടു. ടെമ്പറേച്ചർ കൂടുന്നോ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഇത് നന്നായിട്ട് നോക്കി പഠിക്കുക. ഓൾട്ടിറ്റ്യൂഡ് എത്രത്തോളം കൂടുന്നു, എ എന്നിടുകയാണ്. ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യുന്നു, പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. പി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഹ്യൂമിഡിറ്റി എത്രത്തോളം കൂടുന്നു, അവിടെ എന്ത് കുറയുന്നു, പ്രഷർ കുറയുന്നു. ഹ്യൂമിഡിറ്റി കൂടുന്നു, പ്രഷർ കുറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ സാന്നിധ്യം പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഓൾട്ടിറ്റ്യൂഡിൻ്റെ സാന്നിധ്യം, ഉയരത്തിൻ്റെ സാന്നിധ്യം പ്രഷർ കുറയ്ക്കുന്നു. അതുപോലെ തന്നെയാണ്. കാരണം ഈ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും. ഇപ്പോൾ പണ്ടൊരു ഒരു 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 കുട്ടി ചോദിച്ചിട്ടുള്ളതാണ്, ഒരാൾ ചോദിച്ചതാണ്, ഇതെങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നവർ അവിടെ എന്ത് ചെയ്യുന്നത്, പ്രഷർ കുറയുന്നത്, പ്രഷർ കൂടുകയല്ലേ ചെയ്യുന്നത്? അല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ എന്തില്ല, വായുവില്ല. മുകളിലോട്ട് പോകുമ്പോൾ എന്തില്ല, വായുവില്ല. വായു ഇല്ലാതായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ്, വായു ഉള്ള സ്ഥലങ്ങളിലല്ലേ എന്തുള്ളൂ, വെയിറ്റ് ഉള്ളൂ. വായു ഇല്ലാത്ത സ്ഥലത്ത് എന്തില്ല, വെയിറ്റ് ഇല്ല. അപ്പോൾ അവിടെ കാറ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു എന്താണ് വേരിയേഷൻസ് ഉണ്ടാവാം. എനിവേ മുകളിൽ എന്തില്ല, കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ. മുകളിൽ കാറ്റില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ്, ലോ പ്രഷർ. അവിടെ എപ്പോഴും എന്തായിരിക്കും, ലോ പ്രഷർ. അവിടെ എന്തായിരിക്കും ഉണ്ടാവുന്നത്, ലോ പ്രഷർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് പ്രഷർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു പ്രഷറിനെ? പ്രഷർ എന്നറിയപ്പെടുന്നത് വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ ഈസ് നോൺ ആസ് ദ പ്രഷർ ആൻഡ് ദർ ഇസ് 2 ടൈപ്സ് ഓഫ് ഇൻ പ്രഷർ, ലോ പ്രഷർ ആൻഡ് ഹൈ പ്രഷർ. 2 തരത്തിലാണ് പ്രഷർ എന്നറിയപ്പെടുന്നത്, ന്യൂനമർദ്ദവും ഉച്ചമർദ്ദവും. ഈ ഇതിനെ കണക്കാക്കുന്ന യൂണിറ്റ് എന്നറിയപ്പെടുന്ന MB, മില്ലി ബാർ അല്ലെങ്കിൽ HPA, എന്താണ്, ഹെക്ടോ പാസ്കൽ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഇതിനെ എപ്പോഴും നമ്മൾ എസ്റ്റിമേറ്റ് കണക്കാക്കുന്ന ഒരു ചതുരശ്ര മീറ്ററിൽ 10-13.2 MB ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്, പ്രഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് ഇവിടെ പറയുന്നത് കണ്ടോ, ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയർ എക്സ്പാൻഡ്, ഇതാ കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ എക്സ്പാൻഡ് ദ ഗെറ്റിംഗ് ദ ഹീറ്റഡ് ആൻഡ് റൈസ് അപ്പ് ദ ലോ പ്രഷർ റീജൻസ് ആർ ദ ഫോംഡ്. എവിടെയാണോ താപം ഏറ്റവും കൂടുതലുള്ളത്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, താപം മുകളിലേക്ക് ഉയർന്നു പോകുന്നു, ശരിയല്ലേ പറയുന്നത്? അതുകൊണ്ട് തന്നെ അവിടെ എയറിൻ്റെ സാന്നിധ്യം കുറവാകുന്നു, വെയിറ്റ് കുറയുന്നു. അവിടെ എപ്പോഴും എന്താണ്, ലോ പ്രഷർ. മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, പ്രഷർ കുറയുന്നു, അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടെയാണോ റൈസിങ് എർജ് ഗ്രാജുവലി കൂൾഡ്, ഈ മുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എന്താണ്, ലോ പ്രഷർ. മുകളിലേക്ക് പോകുമ്പോൾ ഈ താപം എന്ത് ചെയ്യുന്നു, തണുക്കുന്നു, കോൾഡ് ആകുന്നു, അല്ലേ? ആ കോൾഡ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, വായു കണികകളും ജലകണികകളും ഒരുമിച്ച് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. വായുവും ഡസ്റ്റ് പാർട്ടിക്കിൾസുകളും, ഡസ്റ്റ് ആണല്ലോ ഈ ജലകണികകളെ അബ്സോർവ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് തന്നെയാണ്, ഹൈ പ്രഷർ. പ്രഷർ കൂടുതലായിരിക്കും. അപ്പം കോൾഡ് റീജിയണുകളിൽ എപ്പോഴും മനസ്സിലാക്കുക, ഹൈ പ്രഷറും താഴ്ന്ന റീജിയണുകളിൽ എന്തുമാണ്, ലോ പ്രഷറുമാണ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഹൈ പ്രഷറും ലോ പ്രഷറും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് ലോ പ്രഷർ, കുറഞ്ഞ സ്ഥലത്ത് ഹൈ പ്രഷർ. അതുപോലെ തന്നെ കോൾഡ് റീജിയൻസ് പ്ലേസുകളിൽ ഹൈ പ്രഷർ, കോൾഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ മെയിൻലി അവിടെ ചിലപ്പോൾ വിൻഡിൻ്റെ സാധ്യതകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തുമായി മാറാം, നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കൂടുതലാകുമ്പോൾ ചിലപ്പോൾ അവിടെ ഹൈ പ്രഷറും ആവാം. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെയാണ് ഓരോ 10 മീറ്റേഴ്സ് പോകുന്തോറും മുകളിലേക്ക്, അത് വിട്ടുപോയി കേട്ടോ, സോറി, മുകളിലേക്ക് ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും 1 MB വെച്ച് പ്രഷർ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്റേഴ്സ് നിങ്ങൾ മുകളിലേക്ക് പോകുന്നതോറിന് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, പ്രഷർ കുറഞ്ഞ് എന്ത് ചെയ്യും, വരും. അങ്ങനെ മുകളിലെത്തുമ്പോൾ അവിടെ പിന്നെ എന്താണ്, ഒന്നും കാണില്ല, എയർ ഒന്നും കാണില്ല. എയർ കാണോ, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, 1 MB അവിടെ പിന്നെ ജലകണികകളും പിന്നെ കുറച്ച് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ സർക്കുലേഷൻസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ പർവ്വതത്തിൽ കയറുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മുകളിലോട്ട് പോകുന്തോറും അവർ ഓക്സിജൻ മാസ്ക് കൊണ്ടുപോകുന്നത്. കാരണം മുകളിലേക്ക് പോകുന്തോറും ഈ പറയുന്ന എയറിൻ്റെ സാന്നിധ്യം കുറഞ്ഞ് എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ, വായുവിൻ്റെ സാന്നിധ്യം കുറവല്ലേ, കാരണം ബാക്കി എല്ലാ ഭാഗത്തും എന്തുണ്ട്, മൗണ്ടെയ്ൻസ് ആണ്. അപ്പോൾ മൗണ്ടെയ്ൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, വായുവിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഓക്സിജൻ മാസ്ക് ഒക്കെ അവരെന്ത് ചെയ്യും, കൊണ്ടുപോകുന്നു.
അപ്പോൾ ഇതാണ് ഹൈ പ്രഷറും പിന്നെ എന്താണ് ലോ പ്രഷറും കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പഠിക്കുക. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ ഐസോതേംസ് പോലെ പഠിക്കേണ്ട ഒന്നാണ്. അടുത്തതാണ് പ്രഷർ വേരിയേഷനുള്ള സ്ഥലങ്ങളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന ഒരു രേഖയുണ്ട്. അതാണ് ഐസോബാർ എന്നറിയപ്പെടുന്നത്. ഐസോബാർ. നമ്മൾ ഐസോതേംസ് എന്നാണ് പഠിച്ചത് അല്ലേ. ഇവിടെയും വേരിയേഷൻസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ ഇതാണ് സതേൺ ഹെമിസ്ഫിയർ. ഈ സതേൺ ഹെമിസ്ഫിയറിൽ എല്ലാ സ്ഥലങ്ങളിലും എന്താണ് ഒരേ ഈക്വലായിട്ടാണ് പ്രഷർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ നേർരേഖയിൽ വരച്ചിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഒരു റീജിയൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ വളഞ്ഞൊക്കെയാണ് പോയിരിക്കുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ലാൻഡ് ഏരിയാസിലെ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരേ തരത്തിലുള്ള പ്രഷർ അല്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോബാർ. അപ്പോൾ എന്താണ് ഐസോബാറുകൾ എന്നറിയപ്പെടുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഐസോബാർ എന്നറിയപ്പെടുന്നത്? ഐസോബാർ എയർ മൂവ്മെൻറ്റ്, റൈറ്റ് ലെവൽ ഓഫ് ബ്രീസ്, വൈൽഡ് ഗ്ലാസ്. ഓക്കെ, ദ ഗാലക്സ് ആർ ദ റിസൾട്ട് ഓഫ് വേരിയേഷൻ അറ്റ്മോസ്ഫിയർ പ്രഷർ. അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്യുന്നു? നമ്മുടെ എവിടെയാണോ വീശുന്നത് അവിടേക്ക് എന്തുണ്ടാകുന്നു? നമ്മുടെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാകുന്നു, കാറ്റുകൾ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ ലാൻഡ് ഏരിയയിൽ എന്ത് ചെയ്യുന്നു? വേരിയേഷൻസ് ഒരുപാട് ഉണ്ടാകുന്നതിന് കാരണം അവിടെ ഉണ്ടാകുന്ന കാറ്റിൻ്റെ ഒരു പ്രവാഹവും കൂടെ ആണ് അല്ലേ. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ ഇസ് എസെൻഷ്യലി ഈസ് ദ മെട്രോളജിക്കലി പർപ്പസ്. The smooth curved lines drawn on the maps, the connected places having the equal atmosphere pressure, these imaginary lines are called isobar. നമ്മുടെ ഭൂമിയിൽ ഇമാജിനറി ആയിട്ട് സാങ്കല്പികമായി വരയ്ക്കുന്ന രേഖകളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഐസോബാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഐസോബാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് പഠിച്ചു പോവാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഐസോതേംസ് വരെ പഠിച്ചു നിർത്തി. ഇപ്പോൾ നമ്മൾ എന്താണ് ഐസോബാർ വരെ പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളും പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിലും അതിനകത്ത് ചോദിക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഇത് കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പഠിക്കുക. ഓക്കെ, താങ്ക് യു.